Hello friends, welcome back to our YouTube channel Srishti Maple Dairies. ഇന്ന് നമ്മൾ കാനഡയിലെ ഒരു ഡയറി ഫാം ആണ് വിസിറ്റ് ചെയ്യുന്നത്. കാനഡയുടെ ഒരു വില്ലേജ് ഏരിയയിലുള്ള കുറേ ഏക്കേഴ്സിനകത്താണ് ഈ ഫാം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ഫാമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് റോബോട്ടിക് സംവിധാനത്തിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഇവിടുത്തെ പശുക്കളെ ഫീഡ് ചെയ്യുന്നതും അവരുടെ പാല് കളക്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം റോബോട്ടിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. ഈ വീഡിയോയിൽ അതെല്ലാം നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇവിടാണ് പശു പാല് കളക്ട് ചെയ്യുന്നത്. ഇവർ ക്യൂ നിന്നിട്ട് ഇവിടെ ഒരു മെഷീനുണ്ട്, റോബോട്ടിക് മെഷീന്. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ബോഡിയിലോട്ട് അറ്റാച്ച് ആയിട്ട് പാല് കളക്ട് ചെയ്യും. ഓരോ പശുവിൻ്റെയും കഴുത്തിൽ അവർക്കൊരു നെക്ക് ബെൽറ്റ് ഉണ്ട്, അതിലൊരു നമ്പറുണ്ട്. അത് ആ മെഷീൻ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ പാല് കളക്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വെള്ളം ഉപയോഗിച്ചല്ല ഇവിടെ പശുവിനെ ക്ലീൻ ചെയ്യുന്നത്. ഇവരുടെ ഈ ഫാമിൻ്റെ അകത്ത് തന്നെ ഇതേപോലെ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷസ് ഉണ്ട്. അത് അവർ പോയി തന്നെ നിന്ന് ബോഡി ക്ലീൻ ചെയ്യാണ് ചെയ്യാറ്. പിന്നെ ഇവിടെ പശുക്കുട്ടികളെ എല്ലാം സെപ്പറേറ്റ് ആക്കി ഇതേണക്കൊരു ഏരിയയിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിത് കാണാൻ പറ്റും. പിന്നെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മൾ പോയൊരു ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു തണുപ്പുള്ള ടൈമായിരുന്നു. ഈ ഫാമിൻ്റെ അകത്ത് തന്നെ അവർ ടെമ്പറേച്ചർ എല്ലാം സെറ്റ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത്. അല്ലാത്ത ടൈം ആകുമ്പോഴത്തേക്കും ഇവരെ പുറത്തോട്ടൊക്കെ വിടാറുണ്ട്. ഇതാണ് ഈ ഫാമിൻ്റെ ഓണർ. പുള്ളിക്കാരൻ നമുക്കിത് എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു. ആദ്യം പശു ക്യൂ നിന്ന് ഈ ഒരു ഏരിയയിലോട്ട് പാല് കളക്ട് ചെയ്യാനായിട്ട് വന്ന് നിൽക്കും. മെഷീൻ ആദ്യം തന്നെ സ്പ്രേ ചെയ്ത് അവരെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പാല് കളക്ട് ചെയ്യുന്നത് മെയിൻ ഒരു റിസർവിലോട്ടാണ് പോകുന്നത്. ഈ ഓരോ പശുക്കളുടെയും നെക്കിൽ ഓരോ ബെൽറ്റ് കാണും. അതിൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഇവരെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഒരു പശുവിൽ നിന്ന് ഡെയിലി മാക്സിമം 3 തവണയാണ് പാല് കളക്ട് ചെയ്യുന്നത്. ഈ മെഷീനിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ പശു 3 തവണയിൽ കൂടുതൽ പാലെടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ എന്നിട്ട് ഇവർ റിജക്റ്റ് ചെയ്യും. പിന്നെ കൂടാതെ അതായത് നെക്സ്റ്റ് പ്രഗ്നൻസിയുടെ ടൈം ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ, അതിന് പനിയുണ്ടോ, സിക്കാണോ, എല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. എത്രമാത്രം പാല്, എത്ര ലിറ്റർ പാല് കളക്ട് ചെയ്യുന്നെന്നും ഈ മെഷീൻ ഡിറ്റക്റ്റ് ചെയ്യും. എന്തെങ്കിലും പശുവിൻ്റെ പാലിന് ഡിഫറൻസ് വന്നാലും ഇതിനകത്ത് അറിയാൻ പറ്റും. പ്രഗ്നൻസി പീരീഡ് എല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യും ഈ മെഷീൻ. പാല് കളക്ട് ചെയ്യാൻ എത്ര ടോട്ടൽ ടൈം എടുത്തു എന്നുള്ളത് നമുക്കിതിനകത്ത് അറിയാൻ പറ്റും. നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഇവിടുത്തെ ഓണറാണ്. മാക്സിമം അതായത് ലേബേഴ്സിനെ അവോയ്ഡ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനെയുള്ള ഫാംസ് റൺ ചെയ്യാൻ പറ്റും. പിന്നെ പശുവിൻ്റെ പാല് കളക്ട് ചെയ്യുന്നതും ഓവറോൾ എവിടെയാണെന്നുള്ളത് റിസർവോയർ നമ്മളെ കാണിച്ചു തന്നത്. ഇവിടുന്നാണ് മെയിനായിട്ട് അവർ പാല് കളക്ട് ചെയ്ത് ഔട്ട്ലെറ്റിലോട്ട് എടുക്കുന്നത്. എല്ലാവരും വീഡിയോ നന്നായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.